ശരി നീ ഇത്തിരി ഫോൺ വയ്ക്കൂ. ഞാനിവിടെ ഷൈൻ്റെ വിഷമത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. പൊടി, അവന്മാരെല്ലാം അവിടെ ഉണ്ട്. ഷോ, ഇവളുടെ കാര്യം. പോരെ? ഓക്കെ ശരി. എൻ്റെ പൊന്നളിയാ സ്മോക്കി, ഈ ഇരിക്കണ പെണ്ണിന്റെ കല്യാണമാണ് നാളെ. നിനക്ക് അവന് മുമ്പിൽ ഇരുന്ന് എന്നെ ഉമ്മ വെച്ച് കളിക്കണം അല്ലേ? എടാ ഞാൻ ഇത് ആരടുത്താണ് പറയണ? ആഴ്ചയിൽ പെണ്ണുങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കണം. നിനക്ക് എങ്ങനെടാ പറഞ്ഞാൽ മനസ്സിലാവും അവൻ്റെ വേദന? മച്ചാനെ, നീ അങ്ങനെ പറയരുത്. ആഴ്ചയ്ക്ക് പെണ്ണിനെ മാറ്റണത് ഞാനല്ല, അവരെന്നെയാണ് മാറ്റണത്. ഈ പെൺപിള്ളേരെല്ലാരും കട്ട തേപ്പി തന്നെയല്ലേ? എടാ, ഒരാഴ്ച നിന്റെ കൂടെ സംസാരിക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും നീ വെറുതെ ഉടായിപ്പാടെന്നുള്ള കാര്യം. പിന്നെ തലയിൽ മിനിമം ആൾതാമസമുള്ള പെണ്ണുങ്ങളാണെങ്കിൽ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടും. അതിന് നീ തേപ്പെന്ന് പറഞ്ഞ് അവമാനിക്കട്ടെ. ABC മോമാരെ ഒന്ന് നിർത്ത് നിങ്ങൾ. എനിക്ക് കുറച്ച് സ്വസ്ഥത നിങ്ങൾ. നീ ഇങ്ങനെ കൊണ്ടികളഞ്ഞ കുമാരിയെ പോലെ ഇരിക്കാതെ, ഇതൊക്കെ വിധിയല്ലേ, ഇതൊക്കെ ചില്ലായി ഒന്ന് അക്സെപ്റ്റ് ചെയ്യും. വിധി എനിക്കിപ്പോൾ അതിലൊന്നും ഒരു വിശ്വാസമില്ല. മറ്റേ ദുൽഖർ സൽമാൻ്റെ സിനിമയിൽ പറയൂലേ, നമ്മളെ വിധി നമ്മളെ തീരുമാനങ്ങളാണെന്ന്. അതാണ് സത്യം. എടാ, സിനിമ അല്ല ജീവിതം. കളിയാക്കണ്ട. എടാ, എൻ്റെ അടുത്ത് അവൾ വന്ന് ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്തില്ലേ, അന്ന് എൻ്റെ മുമ്പിൽ 2 ഓപ്ഷൻസാണ് ഉണ്ടായിരുന്നത്. ഒന്നുകിൽ ഈ നാട്ടിലെ ഏറ്റവും ജാതിപരനായിട്ടുള്ള ജയൻ്റെ മോളാണെന്ന് പറഞ്ഞ് എനിക്ക് നോ പറയാം, ഇല്ലെങ്കിൽ എസ് പറഞ്ഞ് പ്രേമിക്കുക. എന്നിട്ട് നീ എന്ന് എസ് എന്നല്ലേ പറഞ്ഞു? അതെ, അതുകൊണ്ടാണ് എൻ്റെ വിധി ഇപ്പം ഇങ്ങനെ ആയത്. അല്ലെങ്കിൽ എനിക്കിപ്പം നിങ്ങളെപ്പോലെ സന്തോഷമായിട്ട് എവിടെയെങ്കിലും ഇരിക്കായിരുന്നു. അതുകൊണ്ടാണല്ലേ പറഞ്ഞത്, നമ്മുടെയൊക്കെ തീരുമാനങ്ങളാണ് നമ്മുടെയൊക്കെ വിധി. അത് ശരിയല്ലേ? എടാ, എനിക്ക് ഇന്ന് അവളൊന്ന് കാണണോടാ. കണ്ടത് എന്നെ. നിനക്ക് എന്താ അറിയില്ല? ജയം പാർട്ടി കൊണ്ടുപോയി ചുക്കാമണി ചീന്തി വിടും. ഒരാഴ്ചയാണ് അയാളവിടെ പിടിച്ച് പൂട്ടിയിട്ടിട്ട് ഒരു വിവരവും ഇല്ല. എനിക്ക് ഇന്ന് അവളൊന്ന് കാണണോടാ. എടാ, ഒളിച്ചോടാനൊന്നും അല്ലടാ. എടാ, ഇന്ന് കണ്ടില്ലേ പിന്നെ എനിക്ക് അവളെ കാണാൻ പറ്റൂല. എടാ, എന്തെങ്കിലും ഒന്ന് പറയടാ. ഒന്നും പറയുന്നില്ല. നമ്മളിന്ന് രാത്രി പോവും, അവളെ കാണും, സംസാരിക്കും. വാടാ. ഇവിടെ നിന്നു. ഓക്കെ. ഈ സൈഡിൽ കൂടെ ആരെങ്കിലും പറഞ്ഞ സിഗ്നൽ ഓടാവോ? ആ സ്മോക്കിംഗ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സൈഡിൽ പിടിച്ച് നിർത്തായിരുന്നു. എപ്പോഴും അങ്ങനെ തന്നെ, എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവസാനം പോകുന്നു. പോട്ടാ, ധൈര്യമായിട്ട് പോട്ടോ. അനു 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 ഞാൻ ഷൈനാണ്. അനു കരയല്ലേ അനു? എനിക്ക് ഇഷ്ടപ്പെട്ടാണ് കരയാതെ പിടിച്ചു നിൽക്കുന്നത്. ഒന്നും പറയട്ടെ, എനിക്കറിയാം നിന്റെ അവസ്ഥ. ഒന്ന് അവസാനമായിട്ട് കാണണമെന്നുണ്ടായിരുന്നു എനിക്ക്. ഇത് എന്നെ പറ്റുമോന്നും അറിയില്ലായിരുന്നു. പൊട്ടത്തരം പറയല്ലേ. നീ നന്നായിട്ട് ജീവിക്കണം, നല്ലതായിട്ട് ഇരിക്കണം. പറ്റണം. ഓട്ടെ. എന്തൊരു അഭിനയം അനുശ്വരൻ. എനക്ക് സിനിമയിലും അഭിനയിക്കാൻ പറ്റൂലേ? കുറച്ചൊക്കെ കരഞ്ഞു കാണിച്ചാലേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ആമ്പിള്ളേർ പൊട്ടന്മാർ, പെമ്പിള്ളേർ കാറ്റിനോട്ടം. നാളെ നീ എൻ്റെ അടുത്ത് ഇറക്കൂടി. അതൊക്കെ പക്വതയില്ലാത്ത സമയത്തല്ലേ, ഇപ്പൊ അങ്ങനെയല്ല. അങ്ങനെയായിരുന്നാ നിനക്ക് കൊള്ളാം. ഇനി എന്തിട്ട് ഇവിടെ ഇരിക്കുന്നത്? സ്വർണവും ബാഗ് എടു, നമുക്ക് ഒളിച്ചോടണ്ടേ? ഇവിടെ പൊട്ട അവിടെ ഇരിക്കും. ഇപ്പൊ ഇറങ്ങിയല്ലേ നേരെ ഷൈൻ്റെ വായിലേക്ക് പോയി ചാടുക. അവന്മാരൊന്ന് പൊക്കോട്ടെ, നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞ് ഇറങ്ങാം. ഇനിയും 1 മണിക്കൂറാ? അതെ,
എല്ലാവരും അമ്പലത്തിൽ പോകുന്ന ഗ്യാപ്പിൽ ബാക്ക് ഡോർ വഴി ഈ കട്ടിൻ്റെ അടിയിൽ വന്ന് ഒളിച്ചിരിക്കുന്നത് അത്ര എളുപ്പമല്ല പുറത്തിറങ്ങുന്നത്. എൻ്റെ സ്വഭാവം മാറ്റരുത് കേട്ടോ. അരമണിക്കൂർ എന്നാ പിന്നെ നമുക്ക് ആദ്യ രാത്രി ആഘോഷിച്ചാലാ? ഹലോ, ഈ ആദ്യത്തെ രാത്രിയാണ് ആദ്യ രാത്രി എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഈ മാസം തന്നെ ഒരു 10-15 രാത്രിയെങ്കിലും ഏട്ടനോട് വന്നു പോയിട്ടില്ലേ? എന്നാ ഈ വീട്ടിലെ അവസാനത്തെ രാത്രി ലൈറ്റ് ഓഫ് ചെയ്യട്ടെ. സ്കൂട്ടർ റോഡിയിരിക്കുകയാണ്. നിങ്ങളിതുവരെ പോയില്ലേ? മയിരേ, ഈ കൂടെ എന്റെ ചെറുക്കൻ ചതിക്കായിരുന്നല്ലോ. അത് പിന്നെ എന്ത് ന്യായമാണ് എനിക്ക് പറയാനുള്ളത്? എടാ നിൽക്കുന്ന നിന്നൊരു കൂട്ടുകാരെ പോലെ കണ്ടത്, സ്വന്തം കൂടെ പുറപ്പായിട്ടല്ലടാ കണ്ട. എന്തുമാത്രം സഹായങ്ങൾ ചെയ്തറാവൻ നിനക്ക് വേണ്ടി. നിന്റെ ഈ കഴിക്കുന്ന ഫോണവൻ തന്നത്, നിന്റെ ബൈക്കവൻ തന്നത്, നീ ഇട്ടിരിക്കുന്ന ഷർട്ട്, എന്തിന് അതേ കെട്ടിരിക്കുന്ന ബെൽറ്റ് അതവൻ തന്നത്. എന്നിട്ട് അവന്റെ പെണ്ണെ തന്നെ വേണോ അല്ലടാ നിനക്ക്? കോപ്പേ മോളെ അനുസരെ, അവനെ കൂടുതലും കൊണ്ടു നടന്ന് തിന്നത് നീയാണ്. എന്നിട്ട് അവനെയും നിന്റെ സ്വന്തം തന്തയും പിന്നെ നിന്നെ കല്യാണം കഴിക്കണം ആഗ്രഹിച്ച് എവിടെയോ ഉറങ്ങിക്കിടക്കുന്ന ഏതോ ഓരോരുത്തനെ ഓതി പറത്തിയിട്ട് നിനക്ക് ഈ മൈൻഡ് കൂടെ ഇല്ലടി. ഇത്രയും അതമ്പതിച്ച് ഇവനെ ഞാൻ പൂവിട്ടേ പൂജിക്കാം. എന്താ അതപതിച്ചെന്നാ നിങ്ങൾ ഈ പറയണത്? അനുമത എന്തോ കുറവ് എൻ്റെ വയസ്സിന് വേണ്ടിയുള്ളത്. ഇപ്പം നിങ്ങൾ പറയുമായിരിക്കും കഞ്ചാവ് വലിക്കുമെന്ന്. ആണുങ്ങളായാലേ കഞ്ചാവൊക്കെ വലിക്കും. ഫസ്റ്റ് അതെ, കൂടുതൽ കളിയാക്കൊന്നും വേണ്ട. ആ പരമശം വരെ വലിക്കുന്ന ശിവമൂലിയാണ് കഞ്ചാവ്. നമ്മൾ ഈ മതത്തിൽ വിത്ത് വീഴുന്ന് കിളുക്കുന്ന ഒരു ചെടിയാണ് കഞ്ചാവ്. ഈ ക്യാരറ്റും ക്യാബേജും ഒക്കെ പോലെ ഈ ക്യാരറ്റും ക്യാബേജൊക്കെ നമുക്ക് ഉപയോഗിക്കാമെങ്കിലേ കഞ്ചാവും ഉപയോഗിക്കാം. കാരണം ഇതൊക്കെ നമുക്ക് തരുന്നത് പ്രകൃതി തന്നെയല്ലേ. മച്ചാനെ, പ്രകൃതി നമ്മളെ ചതിക്കില്ല. എങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, കുറച്ച് ഒതളങ്ങ പറിച്ച് അലച്ച കളിക്ക് കൂട്ടിയിടാം മദറത്തിന്റെ മോനെ. അപ്പൊ നിനക്ക് പ്രകൃതിയായിട്ട് പെട്ടെന്ന് അലിഞ്ഞ് ചേരാം. സ്വന്തം കാവുകിനെ ഊക്കി വിട്ടിട്ട് കിടന്ന് ഉപന്യാസം പറഞ്ഞാടി ഊളച്ചി. നിന്റെ തന്തയെ ഉണർത്തി നിന്റെ ഒക്കെ അടിനാപ്പി കളിയിട്ട് ഞാൻ അവിടെ പോണുള്ളൂ. എടാ ചെയ്യാം മച്ചാനെ, മച്ചാനെ ചതിക്കില്ല. നീ ദൈവം എന്നെ അങ്ങനെ വിളിക്കല്ലേ. നീ കുറച്ചാൾ അങ്ങനെ വിളിച്ച് നടന്നുകൊണ്ട് മാത്രമാണ് നിന്റെ ദേഹത്ത് കൈവയ്ക്കാത്തത്. എടാ ചെയ്യാം വിളിക്കുന്നു ചേട്ടാ, കൊല്ലും ചേട്ടാ. കൊല്ലട്ടേ. എടാ ഞാൻ ഇറങ്ങി വാടാം. എവിടെ തന്തേ നിർത്തണം അല്ലേ? ശരി, നീ ഇതിലിടണ്ട. നീ പോ, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. ഞാൻ നിന്റെ മോൾ ഒളിച്ചോണ്ടാ ജയ, ഇറങ്ങി വാടാ. നിർത്തണം ജയ, നിന്റെ മോളെ കല്യാണം നടത്തുന്ന നിർത്തോ. ഇതെന്റെ പ്രശ്നമാണ്, ഞാൻ നോക്കിക്കോളാം. ഓ ഇപ്പൊ എങ്ങനെയാ? അപ്പൊ ഇനി തൊട്ട് നീ എല്ലാം ഒറ്റയ്ക്ക് ഉണ്ടായിക്കോളണം. ഇവളെ അച്ഛ ഇപ്പൊ ഇറങ്ങി വരും. അതിനുമ്പ് എവിടെ വിളിച്ചോണ്ട് പോ. എന്ത് നോക്കിക്കൊണ്ടിരിക്കണം, പോ. പോണതിന് മുമ്പ് 1 മിനിറ്റ്. എനിക്ക് നിങ്ങളുടെ അടുത്ത് ദേഷ്യമൊന്നുമില്ല. ഒരാൾക്ക് വേറൊരാളുടെ അടുത്ത് പ്രേമം തോന്നാം, ഉള്ള പ്രേമം ഇല്ലാതാവാം, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ എന്നെ പൊട്ടനാക്കി എന്തിനാണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? നീ ഇവിടെ ഒന്ന് നിൽക്കായിരുന്നാ? ഞാൻ എവിടെ അന്വേഷിച്ചെന്ന് അറിയാമോ? പേടിപ്പിക്കാനായിട്ട്. ഞാൻ ചാവാനൊന്നും പോണില്ല. നീ എന്തായാലും വാ, വീട്ടിൽ പോവാ. വാ. നീ ഫ്രണ്ട്ഷിപ്പൊക്കെ നിർത്തിയില്ലേ, പിന്നെ ഇപ്പം എന്ത്? അങ്ങനെ ചെയ്താൽ പിന്നെ ഞാനും ആ സ്മോക്കിയും തമ്മിൽ എന്തോന്നാണ് വ്യത്യാസം? പറയണ ന്യായമല്ലെന്നറിയാം, എന്നാലും സോറിയല്ലേ, ഞാൻ ഇമോഷൻ്റെ പുറത്ത് അടിച്ചു ചെയ്താ. അത് വരാ, അത് പോട്ട്, അത് സാരമില്ല. പക്ഷേ ആ ജയനെ ഉണർത്തി റിവെഞ്ച് എടുക്കാനുള്ള ചാൻസ് എന്തിനാണ് നീ മിസ്സാക്കിയത്? അതെനിക്ക് മനസ്സിലായില്ല. റിവെഞ്ച് എടുത്തില്ലെന്ന് ആര് പറഞ്ഞു? പോടാ ശരിക്കും. എടാ നീ തന്നെ ഒന്ന് ആലോചിച്ചു. അവ ഇപ്പം ആരുടെ കൂടെയാണ് പോയത്? ഒരു ഭൂലോക ഉഡായിപ്പിൻ്റെ കൂടെ. അവളിപ്പോൾ ആരുടെ കൂടെയാണ് പോയിരുന്നത്? അതും ഒരു ഭൂലോക ഉഡായിപ്പിൻ്റെ കൂടെ. ഇതിലും വലിയ എന്തോന്ന് ശിക്ഷയിടാ ഞാൻ ഇനി അവർക്ക് കൊടുക്കാൻ. ഇനി നീ അവളെ തന്ന ജയൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ചു. അയാൾക്ക് ഇതിലും വലുത് എന്തോന്ന് വരാനാ? ഇപ്പൊ പറ, ഞാൻ റിവെഞ്ച് എടുത്തിട്ട്. അതൊക്കെ ശരി തന്നെ, പക്ഷെ അവളെ കെട്ടാൻ വേണ്ടിയിരുന്ന എൻ്റെ കാര്യം കഷ്ടമല്ലേ?
അവൻ്റെ തെറ്റ് ചെയ്തു. എന്ത് കഷ്ടം. എടാ അവൻ രക്ഷപ്പെട്ടോ? അളിയ, ദുൽഖർ പറഞ്ഞത് ലോജിക്കലി പോസിബിൾ അല്ല. നമ്മുടെ വിധി നമ്മുടെ മാത്രം തീരുമാനങ്ങളല്ല, അത് മറ്റുള്ളവരുടെ തീരുമാനങ്ങളും കൂടെ ചേർന്നതാണ്. എന്നുവെച്ചാൽ താൻ ബാധി ലോകം ബാധി.